നമുക്കിപ്പം റോഷിപ്പാലുണ്ട്. റോഷിപ്പാൽ ഈ കേസിനോടൊപ്പം പല ഘട്ടങ്ങളിലും യാത്ര ചെയ്ത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തെളിവുകൾ സൃഷ്ടിക്കാൻ, തെളിവുകൾ കണ്ടെത്താൻ റിപ്പോർട്ടർ ടിവിയും റോഷിപ്പാലും പ്രത്യേകം ശ്രമം നടത്തിയിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഇരയ്ക്കൊപ്പം നിലപാട് അഥവാ അതിജീവിതയ്ക്കൊപ്പം നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നമ്മളുടെ യാത്ര. ഒരുപാട് കേസുകൾ നമുക്കെതിരെയും റിപ്പോർട്ടർ ടിവിക്കെതിരെയും ഒക്കെ വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതിനെല്ലാം നമ്മൾ സധൈര്യം നേരിട്ടു. റോഷിപ്പാൽ പ്രോസിക്യൂഷനുമായി സംസാരിക്കുമ്പോൾ, അന്വേഷണ സംഘവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം അന്തിമവാദത്തിന് തയ്യാറെടുക്കുമ്പോൾ? റോഷിപ്പാൽ, അരുൺകുമാർ, നടിയാക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം 2021 ഡിസംബർ അവസാന സമയത്ത് റിപ്പോർട്ടർ ടിവിയിലൂടെ സംവിധായകൻ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, അതിനുശേഷം നടത്തിയ ആ തുടരന്വേഷണത്തിൽ ഉൾപ്പെടെ ശേഖരിച്ച നിരവധി തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ട്. ഇതൊക്കെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായി പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഒട്ടേറെ തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും പ്രതീക്ഷ. അതൊക്കെ കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഈ അന്തിമ വാദത്തിലേക്ക് കടക്കുന്നതും. എന്തായാലും പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആത്മവിശ്വാസം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ കേസ് കൈവിട്ടു പോകുമോ എന്ന ഒരു ആശങ്കയുള്ള ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലും പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം, അത് പോലീസ് അന്വേഷണത്തിന് പുറമെ സമാന്തരമായി റിപ്പോർട്ടർ ടിവി നടത്തിയ അന്വേഷണത്തിൽ നിരവധി സുപ്രധാനമായ തെളിവുകളുണ്ടായിരുന്നു. ഈ പ്രതി ഗൂഢാലോചന നടത്തി, പ്രതികളും പ്രതികളുടെ അഭിഭാഷകർക്ക് ഉൾപ്പെടെ പങ്കാളിത്തമുള്ള ചില ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ, രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം അത് കണ്ടെത്തി നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതടക്കം അത് പിന്നീട് കേസിന്റെ ഭാഗമാക്കുന്ന രീതിയായിരുന്നു. ഏറ്റവും ഗൗരവമുള്ള, കേരളം ചർച്ച ചെയ്ത, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ അതിന്റെ അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. ശരി, താങ്ക് യു റോഷിപ്പാൽ, താങ്ക് യു ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്. ഈ കേസ് തുടക്കം മുതൽ തന്നെ ഫോളോ അപ്പ് ചെയ്തത് റിപ്പോർട്ടർ ടിവിയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരുപാട് ഇടപെടലുകൾ ഈ കേസിൻ്റെ വിചാരണ വേളയിലും ഒക്കെ അന്വേഷണ ഘട്ടത്തിലുമെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ സഹായകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും റിപ്പോർട്ടർ ടിവി ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പറയുന്നതുവരെയും അതിനുശേഷവും തുടർച്ചയായും അതിജീവിതയ്ക്കൊപ്പമുള്ള നിലപാട് തുടരുക തന്നെ ചെയ്യും.